ഇതാ അപ്പുറത്ത് RSS അവരെയെല്ലാം കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നമ്മളും ഒരുമിക്കണം. 40% ഇസ്ലാമോഫോബിയ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നതിന്, മുസ്ലിം വിരോധം 40% മുസ്ലിമേതര ജനവിഭാഗങ്ങളിൽ നിന്ന് കുറയുന്നതിന് ലോക ഫുട്ബോൾ കാരണമായി എന്നാണ് വളരെ വ്യക്തമായും പറയുന്നത്. വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കുന്നത് ഇന്ത്യയിൽ കോൺഗ്രസ് പോലും അംഗീകരിക്കാത്തതാണ്. നമ്മളുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം ക്രമേണ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. വർഗീയ രാഷ്ട്രീയം ഒന്നിനും പരിഹാരമല്ല. ഇന്ത്യ തത്വത്തിലല്ലെങ്കിലും സത്യത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞു. 40% ഇസ്ലാമോഫോബിയ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നതിന്, മുസ്ലിം വിരോധം 40% മുസ്ലിമേതര ജനവിഭാഗങ്ങളിൽ നിന്ന് കുറയുന്നതിന് ലോക ഫുട്ബോൾ കാരണമായി എന്നാണ് വളരെ വ്യക്തമായും പറയുന്നത്. അത് വളരെ ശരിയാണെന്ന് നമുക്കെല്ലാവർക്കും നമ്മളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നേരെ മറിച്ച് ഓരോ മതവിഭാഗക്കാർ മാത്രം അണിനിരക്കുന്ന മേളയായിരുന്നു അതെങ്കിൽ അത് വർഗീയ രാഷ്ട്രീയം പോലെ വിഭജനമായിരുന്നു ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക. വർഗരാഷ്ട്രീയത്തിന് സമാനമായി എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് ഒരു രാജ്യത്തിൻ്റെ ടീമിൽ അണിനിരക്കുന്നു, ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് വരികിൽ ബന്ധപ്പെട്ട ജനവിഭാഗത്തിനെതിരായിട്ടുള്ള ഏറ്റവും കൂടുതൽ അകറ്റി നിർത്തപ്പെടുന്നതും വെറുക്കപ്പെടുന്നതുമായിട്ടുള്ള ജനവിഭാഗം ഏതാണോ ആ ജനവിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അതുണ്ടാക്കും എന്ന് വ്യക്തമാക്കി തരുന്നു ഈ കാര്യം. എല്ലാ തരത്തിലുള്ള മതാധിഷ്ഠിത രാഷ്ട്രീയവും നമ്മളുടെ രാജ്യത്തിന് ആപത്താണ്. ഇന്ത്യ ഒരു മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്. സോഷ്യലിസവും മതേതരത്വവും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങി വന്നിരിക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യ തത്വത്തിലല്ലെങ്കിലും സത്യത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞു. RSS രൂപീകരിക്കപ്പെട്ട് 100 വർഷം തികയുമ്പോൾ ഇന്ത്യയെ ഞങ്ങൾ ഒരു ഹിന്ദു രാഷ്ട്രമാക്കും എന്ന അവരുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണം നമ്മളുടെ രാജ്യത്തിൻ്റെ ഓരോ മേഖലയിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവനായിട്ടും ആലപിച്ചു. വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കുന്നത് ഇന്ത്യയിൽ കോൺഗ്രസ് പോലും അംഗീകരിക്കാത്തതാണ്. മഹാത്മാഗാന്ധി പോലും വന്ദേ മാതരം ആദ്യത്തെ 2 പാരഗ്രാഫാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം വരുന്ന ലൈനുകൾ മതനിരപേക്ഷതയുടെ സ്പിരിറ്റിന് വിരുദ്ധമാണ് എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അത് ആലപിച്ചുകൊണ്ടാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങിയത്. MLA-മാരുടെ സത്യപ്രതിജ്ഞക്കും ഇന്നോളം ഇല്ലാത്ത രീതിയിൽ ആലപിക്കുന്ന ഒരു സാഹചര്യം നമ്മളുടെ കേരള നിയമസഭയിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ സോഷ്യലിസവും സെക്കുലറിസവും ഇല്ലാത്ത ഭരണഘടന അത് ആളുകൾക്കിടയിൽ വിതരണം ചെയ്യപ്പെട്ടു തുടങ്ങി. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും, എല്ലാ എയർപോർട്ടുകളിലും ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാജ്യമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള വ്യക്തമായ ചിഹ്നങ്ങളുടെ പ്രതിഫലനം
നമ്മൾ കണ്ടു തുടങ്ങി. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം ക്രമേണ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. RSSും BJPയും ഹിന്ദുത്വ ശക്തികൾ എന്നുള്ള നിലയിൽ ശക്തി പ്രാപിക്കുകയും എല്ലാ പാർട്ടികളിലെയും ഹിന്ദുമത വിശ്വാസികളെ അവർ മതം പറഞ്ഞുകൊണ്ട് സമീപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദു പേരുള്ളവരെ, കോൺഗ്രസിലെ ഹിന്ദു പേരുള്ളവരെ, മറ്റു മതനിരപേക്ഷ പാർട്ടികളിലെ ഹിന്ദു പേരുള്ളവരെ, ആ കുടുംബങ്ങളെ അവർ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തിനതിന് ബദൽ എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചെയ്യുന്നത് എല്ലാ പാർട്ടികളിലെയും മുസ്ലിം പേരുള്ളവരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പാർട്ടികളിലെയും മുസ്ലിം പ്രമാണിമാരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം വ്യാപാരികളെ, വ്യവസായികളെ ഒക്കെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ അപ്പുറത്ത് RSS അവരെയെല്ലാം കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നമ്മളും ഒരുമിക്കണം. അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന വർഗരാഷ്ട്രീയത്തിൻ്റെ മൂർത്തിമൽ ഭാവത്തെ ദുർബലമാക്കുവാനുള്ള നീക്കങ്ങളാണ് നടന്നു വരുന്നത്. ക്രൈസ്തവർക്കിടയിൽ ആ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാസയാണ്. അവർ ഒരേ സമയം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പരമത വിരുദ്ധതയും ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അവർക്ക് കമ്മ്യൂണിസ്റ്റ് വിരോധമുണ്ടായിരുന്നുവെങ്കിലും പരമത വിദ്വേഷം അത്ര കണ്ടവർ പ്രകടിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് എല്ലാ മതവിഭാഗങ്ങളിലും ഒരേ രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുമുള്ള വർഗരാഷ്ട്രീയമാണ് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കുവാനും എല്ലാ മതവിഭാഗക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും കരണീയമായിട്ടുള്ളത്. വർഗീയ രാഷ്ട്രീയം ഒന്നിനും പരിഹാരമല്ല.